അജി എന്താ പറയാ, എങ്ങനെയാ പറയാ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നന്ദിയുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളോടൊക്കെ ഒന്ന് പറയാറുന്നില്ലേ? അതൊന്നും പറയാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ലല്ലോ ഇവിടെ. ഞാൻ കരുതിയത് അജിക്കൊക്കെ എന്നോട് ദേഷ്യമായിരിക്കുന്ന. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. എന്താ കുട്ടിക്ക് ഇത്രയും പ്രശ്നം? ശാപം കിട്ടിയ ജന്മ എന്റേത്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിനാ എങ്ങനെ ജീവിക്കണെന്ന്. ഞാനിതൊക്കെ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനൊരു നന്ദി പറയാൻ വന്നു മാത്രം. സംഗീതേ, എന്റെ ജീവിതം രക്ഷപ്പെടുത്തിയെടുക്കുന്നിടയിൽ വന്ന് കയറിയതാ ഞാനിവിടെ. അല്ലാതെ മനഃപൂർവ്വം കുട്ടിയെ ദ്രോഹിക്കാനൊന്നും അല്ല. എനിക്ക് കുട്ടിയെ രക്ഷിക്കാൻ കഴിയുമെന്ന് അറിയാനാ. ആരാണ് അയാൾ? ഈ വീടുമായി അയാൾക്ക് എന്താ ബന്ധം? ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്റെ മനസ്സിൽ. അതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. മറ്റൊരാളോട് മനസ്സിറക്കുമ്പോ സംഗീതയ്ക്ക് ഒരു ആശ്വാസം തോന്നും. അതിനു വേണ്ടെങ്കിലും പ്രശ്നങ്ങൾ എന്നോടൊന്ന് പറഞ്ഞൂടെ? ആ വന്നവനെ എവിടെയോ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ എവിടേക്കോ ഉണ്ടവൻ. ഒരിക്കൽ എന്റെ അച്ഛനെ അന്വേഷിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടോ എന്നൊരു സംശയം. അവന്റെ പേര് ചന്ദ്രു. ചന്ദ്രു പേരും ഞാൻ കേട്ടിട്ടുണ്ട്. സംഗീതയുടെ ബന്ധുവാണോ? അതിനേക്കാളൊക്കെ ഉപരി അച്ഛനെ വീട്ടിൽ അവന് സ്ഥാനം കൊടുത്തു. കുടിച്ചു ബോധം പോകുന്ന അച്ഛനെ അവൻ എവിടെ സേഫായി എത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് അവന്റെ ആത്മാർത്ഥം കൊണ്ടൊന്നും ആയിരുന്നില്ല. അവന് വേണ്ടത് എന്നെയായിരുന്നു. എന്റെ ആതിരയെ കൊന്നതും അവനാ. എനിക്കറിയാം അവന്റെ അടുത്ത ഇര ഞാനാ. അജി പറഞ്ഞ പോലെ ഇത്രയും പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിനൊരു ആശ്വാസമുണ്ട്. കുട്ടിക്ക് എന്നെ വിശ്വസിക്കാം. പറയൂ, എന്താണെങ്കിലും. നിങ്ങളിവിടെ വന്നിരിക്കുന്നതും അവന്റെ ചതിയുടെ ഭാഗമായിട്ടാ. അവൻ എന്നോട് ചെയ്ത ശപഥം നിറവേറ്റുകയായിരുന്നു. ആ രാത്രിയില് മരിക്കണമെന്ന് കരുതിയതാ. സുമിത്രയും ഇല്ലായിരുന്നു അന്ന്. എന്തിനാ നിക്കണേ? അച്ഛനെ കുളിപ്പിച്ചോണ്ടെന്ന് കടത്തില്ലേ? ഇനി പൊയ്ക്കൂടെ? സംഗീത, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്കിതൊന്നും ഇഷ്ടമല്ലാന്ന്. എന്റെ ആഗ്രഹം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചന്ദ്രു കൈയെടുത്തേ. ഞാൻ അങ്ങനെ ഭയക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. അല്ലേലും ഇവിടെ ഭയത്തിന്റെ കാര്യമൊന്നുമില്ലല്ലോ കുട്ടി. അടുക്കരുത്, അടുക്കരുത്. മര്യാദയ്ക്ക് പോകുന്ന നല്ലത്. ജീവിക്കാൻ ആഗ്രഹമില്ല നടക്കുന്നോളാം ഞാൻ. വെട്ടും വെട്ടും ഞാൻ. അങ്ങനെ അവൻ പൊളിക്കുന്ന ആവശ്യമായെത്തിയത് എന്റെ അച്ഛന്റെ അടുത്തായിരിക്കണം. അതിനെന്റെ ഏട്ടനെ അവൻ കരുവാക്കി. എനിക്ക് തോന്നിയിരുന്നു അവൻ നിങ്ങളെയും ചതിച്ചതാവുമെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ. ഈ നിമിഷം മുതൽ സംഗീതനൊപ്പം ഒരാളൂടെ ഉണ്ട്. ഈ അജി. സ്നേഹം നോ ഇഷ്ടം നോ ഒക്കെ പറയാവുന്നൊരു അടുപ്പമാണെന്ന് വെച്ചു. തന്നെയുമല്ല, ഞാൻ കുട്ടിയെ വേദനിപ്പിച്ചതിനൊക്കെ സോറി. റിയലി സോറി. എന്താപ്പ ഈ കാണുന്നത്? ഇപ്പൊ മനസ്സിലായോ മുത്തശ്ശി പറയണോടത്ത് കാര്യങ്ങൾ വരുന്നു? അങ്ങനെയൊന്നും ഇല്ലേ മുത്തശ്ശി? എനിക്ക് ഓർമ്മയുണ്ടേ, എന്റെ മുത്തശ്ശിയോട് ഞാൻ ഇതൊക്കെ തന്നെ പറഞ്ഞു. വന്നേ എന്തിനാണെന്ന് അറിയില്ല, അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞ് ടീച്ചർ ആളെ അയച്ചിരുന്നു. കണ്ടോ, ചേട്ടനിപ്പൊ അങ്ങ് സുന്ദരനായി. അതാ ഞാൻ പറഞ്ഞത്, വീട്ടിലെപ്പോഴും വഴക്കാണെങ്കിൽ അത് മുഖത്ത് കാണാൻ പറ്റൂന്ന്. ഇപ്പൊ വഴക്കില്ല, മുഖവും നന്നായി. പിന്നെ രാമേട്ടാ, ഇന്നലെ അപ്പുറത്തെ സരള പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. എന്താ സുന്ദരനാണെന്നോ? അതല്ല, ഷാജഹാൻ മുംതാസിന് കെട്ടിക്കൊടുത്ത താജ്മഹൽ എന്ന്. ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞാ ചേട്ടൻ എനിക്ക് വേണ്ടി എന്ത് കെട്ടും? നിന്റെ അനിയത്തിയെ കെട്ടും. എന്തിനാ ടീച്ചർ എന്നെ വിളിപ്പിച്ചേ? എന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്നേ? അയ്യോ, എന്ത് പറ്റി? അങ്ങനൊന്നും കേൾക്കാൻ വഴിയില്ലല്ലോ. പിന്നെ എന്റെ ഭാര്യക്ക് എന്നെ ഇത്തിരി സംശയമുണ്ട്. പക്ഷെ സത്യത്തിൽ അവള് പറയുന്ന മുഴുവൻ നുണ. ടീച്ചർ അതൊന്നും വിശ്വസിക്കരുത്. അതൊന്നും അല്ല ഞാൻ ഈ പറയണേ. അജി ആരോ ആയി പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. അവിടുത്തെ പെണ്ണിനെ കയറി ആരോ പിടിച്ചു എന്നോ അത് അജിത്ത് തടഞ്ഞു എന്നോ. അതൊന്നും സാരമില്ല, പ്രായം.
ഏതായാലും രാമകൃഷ്ണൻ അവിടം വരെ പോയി വഴക്കിനും വയ്യാവേലിക്ക് നിക്കണ്ടെന്ന് അവനോടൊന്ന് പറയണം. ഞാൻ തന്നെ പോണോ? പോണം. അത്രയല്ലേ വേണ്ടൂ. ഞാൻ സെറ്റപ്പ് ആയിക്കൊള്ളാം. പിന്നെ ആ കല്യാണ ചെക്കനെ കാണാതെ മുങ്ങി നടക്കുക അത് മറക്കണ്ട. എനിക്ക് അല്പം തിരക്കുണ്ട്, അതുകൊണ്ട് ഞാൻ മെല്ലെ പോകും. ആ കുട്ടിയുടെ കഥയൊക്കെ കേട്ടപ്പോ എനിക്കത് പൊളിക്കാൻ തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആരുടെയും കഥ കേൾക്കാൻ സങ്കടം കാണാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഈ വീട്ടിലെ പല സാധനങ്ങളും ഞാൻ കച്ചവടം പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുക. അല്ല, നിനക്ക് വല്ല പ്രേമബാധയുണ്ടോ? അതൊന്നും അല്ല ഇസ്മായിൽക്ക് ആ കുട്ടിയുടെ സ്ഥിതി അറിയാത്തോണ്ടാ. എനിക്ക് നിന്റെ സ്ഥിതി അറിയാലോ. നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ ചേട്ടനെ പോലെ ആ വീട്ടിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും അടിച്ചോണ്ട് നാടുവിട്. അല്ല ഇസ്മായിൽക്ക, ഞാൻ പറഞ്ഞത് എന്താണ് നീ ഒന്നും പറയണ്ട. ഇനിയും പറമ്പസാന് സമയം കൊടുത്ത് അയാൾ വല്ലതൊക്കെ അടിച്ചു മാറ്റും. എനിക്കൊന്നുമില്ല, നഷ്ടം നിനക്ക് തന്നെയാണ്. ആ വാ, വന്ന് കിടക്ക്. നാട്ടുകെട്ടിടമായാലും കോട്ടകൊത്തളമായാലും പൊളിച്ചെടുക്കൂ. ഇത് എങ്ങോട്ടാ ഈ പോണ ഇത്ര ധൃതിയില്? വെറുതെ ഒന്ന് കറങ്ങാറിയതാണ്. ദേ, ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങോട്ടൊന്നും പോകരുതെന്ന്. അങ്ങോട്ടൊന്നും പോയതല്ല, ഞാൻ വെറുതെ ഒന്ന്. എന്നാ കൈകെട്ട് കേട്ടാൻ. ആ ഇനി അയച്ചിട്ടോ. ഇവക്കെന്താ ഭ്രാന്തി പിടിച്ച? ഏയ് അവിടെ നിക്ക്. ഒന്ന് കുനിഞ്ഞെന്നേ, കുറച്ചും കൂടി. ഇനിയാ മതിയാ? അയ്യേ നാണക്കേട്. അയ്യേ, ഇതിനാണ് കുനിയാൻ പറഞ്ഞത്. ഇവള് കണ്ടല്ല, ഇതിന്ന് ഞാൻ പിടിച്ചിട്ട് തന്നെ കാര്യൂടി. ഇങ്ങോട്ട് വാങ്ങേ. അയ്യേ, കൊച്ചിനെ കളിപ്പിക്കായിരുന്ന വെറുതെ മനുഷ്യനെ കൊണ്ട് പണിയെടുപ്പിച്ചല്ല. ആരെങ്കിലും കണ്ട രക്ഷപ്പെട്ടു. ഏയ് നല്ല കുമ്മായം പോലത്തെ കൊച്ചി, മാർബിള് പോലത്തെ ചേച്ചി. ആരാത്? എന്താ എന്താണ് ഇത്? ഇക്ക ഇവിടെ അലക്കേണ്ട ഒരലക്ക് വെച്ച് തന്നാലുണ്ടല്ല. ഇക്കെന്താ ഇവിടെ? ഞാനിവിടെ എന്റെ സിസ്റ്ററെ കാണാൻ വന്നു. ഞാൻ ഇക്കടെ സിസ്റ്ററെ കാണാൻ വന്നതാ. എന്നാ വേഗം ചെല്ലി. ഇപ്പൊ തരും. നമ്മൾ തമ്മിൽ അലിയന്മാരായ ശരിയാവൂല ഇക്ക. എന്റെ പെടലിക്ക് തന്നെയാണെന്നാ തോന്നുന്നത്. ഏത് മീനിനെയും ചന്ദ്രു ആഗ്രഹിച്ചാ പിടിച്ചിരിക്കും. അങ്ങനെ എളുപ്പം പിടിക്കാവുന്ന മീനിനെ അല്ല ഇപ്പൊ നോട്ടമിട്ടിരിക്കുന്നത്. നല്ല വഴുക്കലുള്ള മീനാ. വഴുക്കല് കൂടുതലാണെങ്കിൽ വല വീശി പിടിക്കും ചന്ദ്രു. എന്തായാലും പൊരിക്കണത് എന്റെ ചട്ടി തന്നെ. അതിലെ ആർക്കും സംശയം വേണ്ട. അവളുടെ അച്ഛൻ തന്നെ അവളെ എനിക്ക് പിടിച്ചു തരും. അതിന് വർമ്മസാർ കുടി നിർത്തിയെന്നാണല്ലോ കേട്ടത്. ഇപ്പൊ ബാറിലെങ്ങും കാണാനുമില്ല. എന്റെ മുന്നിൽ അയാളുടെ വേഷം കെട്ടൊന്നും നടക്കില്ല. മൂക്ക് കയറി എന്നേ ഇട്ട് കഴിഞ്ഞു ചന്ദ്രു. ഇനി അതിനൊന്ന് പിടിച്ച് വലിക്കണം. കരഞ്ഞ അവിടെ നിൽക്കും. സംഗീതാവർമ്മ ഈ ചന്ദ്രനാഥിന്റെ നീണ്ട ഒരു ദിവസത്തെ ഭാര്യയാകാതെ എവിടെ പോകാൻ? ആദിത്യവർമ്മയെ പുഷ്പം പോലെ കയ്യിലെടുക്കും ഈ ചന്ദ്രു. ഈ പറഞ്ഞ പോലെ നടന്നില്ലെങ്കിൽ നാണക്കേടാണ് കേട്ടോ. ഇത് ചന്ദ്രുവാ. ചന്ദ്രനാഥ് നടത്തിയിരിക്കും. ഞാൻ ഇത്രയും കാലം ജീവിച്ചത് വളഞ്ഞ വഴിക്കാ. അത് വർമ്മ സാറിനും അറിയാലോ. ഇനി നേർവഴിക്ക് ജീവിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനുള്ള പണവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കാര്യം. ഇപ്പോഴെങ്കിലും ചന്ദ്രന് അങ്ങനെ തോന്നിയല്ലോ. അതെ, ഇതാണോ വിഷയം? ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഒരു കുടുംബജീവിതം ഇല്ലാത്തതുകൊണ്ടാവാം എന്നെ പോലെ ചില ക്രിമിനൽസ് ഉണ്ടാവുന്നത്. എനിക്കും വേണം പിണങ്ങാനും ഇണങ്ങാനും സ്നേഹിക്കാനും ഒക്കെ ഒരു ഭാര്യ. ഞാനിത് കണ്ടത് വർമ്മസാറിന്റെ മകൾ സംഗീതയില്ല. സംശയിക്കണ്ട, ഞാൻ സംഗീതയെ പൊന്നുപോലെ നോക്കിക്കോളാം. വിശ്വസിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഹൃദയം തോന്നുന്നു കാണിക്കണോ? ഞാൻ അതിനും തയ്യാറാ. വർമ്മ സാർ ഇങ്ങനെ ചിന്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. ഞാൻ പോസിറ്റീവായിട്ടാണോ ചിന്തിക്കുന്നത്? സംഗീതയെ പോലെയുള്ളൊരു കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരച്ഛനും ബുദ്ധിമുട്ടുള്ള കാര്യ. വർമ്മ സാറിനില്ലാത്ത ബുദ്ധി സംഗീതയ്ക്കില്ലല്ലോ. ഈ വർമ്മയെ അളക്കാൻ ഒരു അളവുകോൽ ദൈവത്തിന്റെ കയ്യിൽ പോലും ഇല്ലടോ. എനിക്ക് സമ്മത.
നോക്കിക്കോ, സംഗീതയാ പറയണേ. നിന്റെ മുമ്പിൽ വെച്ച് കത്തിയാമരും ഞാൻ. എന്നാൽ എന്നെ ഒന്ന് സ്പർശിക്കാൻ പോലും നിനക്ക് കഴിയില്ല. എനിക്ക് നാട്ടുകാരറിഞ്ഞ് ഒരു കല്യാണം സാധ്യമല്ലെന്നറിയാലോ. എന്നെ സംബന്ധിച്ചിടത്തോളം വർമ്മ സാറിന്റെ ഈ മനസ്സും ഒരു താലിയും ഉണ്ടെങ്കിൽ കല്യാണമായി. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പറയട്ടെ, വർമ്മ സാർ എന്നും ആരാധിക്കുന്ന മൂവാംബിക ക്ഷേത്രം, അവിടെ വെച്ചൊരു തുളസിമാല. തന്നെ ഞാൻ സമ്മതിച്ചു തന്നടോ. ഇനി ഒരു പ്രശ്നം കൂടിയുണ്ട് എനിക്ക്. അവിടെ പൊളിക്കാൻ വന്നിരിക്കുന്നവരെ എന്താ ചെയ്യാ? അതിങ്ങ് വിട്ടു തന്നേക്ക്. ഇനി അത് ചന്ദ്രുവിന്റെ വിഷയം. എന്തും ചെയ്യും ചന്ദ്രു, എന്തും. ഒരു രാവും ഒരു പകലും മാത്രം മതി. ചന്ദ്രു, പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട. ഞാനൊരു കാര്യം പറയട്ടെ. ചന്ദ്രു അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിയില്ലേ, അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. അവര് പൊയ്ക്കോളും. വർമ്മ സാറിന്റെ ഇഷ്ടം പോലെ. വരൂ, പോവാം.